പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനദീപ്തി ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊന്നു ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനുമുള്ള ഈ ഒരു അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സങ്കീർത്തനം 95:6 ബൈബിൾ ഇങ്ങനെയാണ് പറയുക: വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താമെന്നാണ് സങ്കീർത്തകൻ പറയുക. നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ ഒന്ന് കുമ്പിട്ട് ആരാധിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാനും ഈ ഒരു സമയം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ എടുത്താൽ ഉൽപ്പത്തിയുടെ പുസ്തകം തുടങ്ങുമ്പോൾ ഉൽപ്പത്തി 1-ാം അധ്യായം നമ്മൾ ഇങ്ങനെ കാണുകയാണ്: പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി. 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നുണ്ട്, കുടുംബത്തെ രൂപപ്പെടുത്തുന്നുണ്ട്. അപ്പം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് ശേഷം മനുഷ്യൻ്റെ ഉൽപ്പത്തി, കുടുംബത്തിൻ്റെ ഉൽപ്പത്തി. 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പാപത്തിൻ്റെ ഉൽപ്പത്തിയും നമുക്കവിടെ കാണുവാൻ പറ്റും. എന്നാൽ പാപം കടന്നു വന്ന് ഉൽപ്പത്തി 3:15 യേശുക്രിസ്തു കടന്നു വരുമെന്നുള്ള, അല്ലെങ്കിൽ മറിയത്തിൻ്റെ ഉദരത്തിൽ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമെന്നുള്ള ദൈവ പ്രവചനം കടന്നു വന്ന് എന്താ പറയുക, മുന്നോട്ട് കടന്നു പോയി. കാലഘട്ടങ്ങൾക്ക് ശേഷം യേശുക്രിസ്തുവിൻ്റെ ജനനവും എന്താ പറയുക, പിന്നീട് ദൈവം ഒരുക്കി വെച്ച കാൽവരിയിലെ കുരിശു മരണവും നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമായി. യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം, പിന്നീട് എന്താ പറയുന്നത്, നമ്മൾ കാത്തിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിനെയാണ്. അതിനുശേഷം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹമാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരിക. അപ്പം ലോകം പാപത്തിലേക്ക് കടന്നുപോയി. പാപത്തിൻ്റെ പരിണിത ഫലമായി ഈ ലോകത്തിലേക്ക് മരണം കടന്നു വന്നു. പിന്നീട് മരണത്തെ എടുത്തു മാറ്റുവാൻ, മാനവരാശിക്ക് നിത്യജീവൻ തിരികെ തരുവാൻ യേശുക്രിസ്തുവിൻ്റെ ജനനം, അതിലൂടെ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയാഗം, ഉത്ഥാനം, സ്വർഗാരോഹണം എല്ലാം കടന്നുപോയി. ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിന് വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെ നമ്മളോട് സംസാരിക്കുകയാണ്: എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് സെന്റ് പോൾ വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ ജനമേ, ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം: ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. പിന്നീട് ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ ആകാശവിധാനത്തിൽ കർത്താവിനെ എതിരേൽക്കുവാനായി മേഘത്തിൽ എന്താ പറയുക, എടുക്കപ്പെടും എന്നും വചനം വ്യക്തമാക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ മുന്നോട്ട് പഠിച്ചാൽ 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പത്രോസ്ലേഖ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്: സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരും ആയിരിക്കുവിനെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് 2 പത്രോസ് 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ കടന്നു വരുമെന്നും അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടുകൂടി അപ്രത്യക്ഷമാകുമെന്നും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകുകയും ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കുകയും ചെയ്യുമെന്നാണ് വചനം വ്യക്തമാക്കുക. പിന്നീട് പത്രോസ്ലീഹ തുടരുകയാണ്: ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ കടന്നു വരും. ആകാശം ഇല്ലാതെയാകും, സകലതും കത്തി നശിക്കും. അതുകൊണ്ട് വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ നാം ജീവിക്കണമെന്ന് പത്രോസ് ശ്ലീഹ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. അതുകൊണ്ട് ഈ ഒരു സമയം ഒരു മുന്നറിയിപ്പിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ മുന്നറിയിപ്പ് അനുസരിച്ച് പ്രതികരിച്ച് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചാൽ ബൈബിൾ ഇങ്ങനെയാണ് പറയുക: ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കുവാൻ ഒരുവനിൽ നിന്ന് ദൈവം സകല ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വിഭിന്ന വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുകയാണ്. ഇതെന്തിനാണ്? ഇത് ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ നമ്മുടെ അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് ആരിൽ നിന്നും അകലെയല്ല എന്നും വചനം വ്യക്തമാക്കുകയാണ്. കാരണം നമ്മൾ പഠിക്കണം, ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കുവാൻ ദൈവം ഒരുവനിൽ നിന്നും സകല ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ച് വസിക്കുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, ലോകത്തുള്ള സകല മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അത് ഒരുവനിൽ നിന്നുമാണ് ദൈവം സകലരെയും സൃഷ്ടിച്ചത് എന്ന് ബൈബിൾ വ്യക്തമാക്കുമ്പോൾ ആരാണ് ആ ഒരുവൻ? പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആദത്തിൽ ദൈവം ഈ ലോകത്തുള്ള സകല മാനവരാശിയെയും സൃഷ്ടിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 1:28 ആത്മാവായ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ, ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നെടുക്കുന്ന ഒരു തീരുമാനത്തിൽ, ത്രിയേക ദൈവത്തിൻ്റെ തീരുമാനത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. ആ മനുഷ്യനോട് ഉൽപ്പത്തി പുസ്തകം 1:28 ദൈവം ഇങ്ങനെ പറഞ്ഞു: മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവരെ അനുഗ്രഹിച്ചു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ, സകലതിൻ്റെയും മേൽ ആധിപത്യം ദൈവം. ആദ്യത്തെ സൃഷ്ടി ആത്മാവായ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കുവാനുള്ള അനുഗ്രഹം കൊടുക്കുകയാണ്. അപ്പം സകല ജനപദങ്ങളെയും ദൈവം ആദത്തിൽ സൃഷ്ടിച്ചു. ഭൂമി മുഴുവനും എന്താ പറയുന്നത്? വ്യാപിച്ചു വസിക്കുവാനുള്ള അനുഗ്രഹം. പ്രിയപ്പെട്ട ദൈവത്തിൻ ജനമേ, വിഭിന്ന കാലങ്ങൾ ഓരോ മനുഷ്യർക്കും ദൈവം അനുവദിച്ച് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഈ ലോകത്തിൽ എന്ന് ജനിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. എന്ന് വെച്ചാൽ ചില വ്യക്തികൾ 1500 കാലഘട്ടങ്ങളിൽ, 1800 കാലഘട്ടങ്ങളിൽ, 1900 കാലഘട്ടങ്ങളിൽ, ഇന്ന് 2000 ഈ 2024 എല്ലാം ഈ ലോകത്തിലേക്ക് ഓരോ മനുഷ്യരും ജനിച്ചു വീഴുമ്പോൾ ഈ ഓരോ വ്യക്തികളെയും ദൈവം ആദത്തെ ക്രിയേറ്റ് ചെയ്ത്, ആദത്തെ സൃഷ്ടിച്ച അതേ സമയത്ത് തന്നെ സകലരെയും ദൈവം സൃഷ്ടിച്ചു. അവർക്കെല്ലാം വിഭിന്ന കാലങ്ങൾ കൊടുത്തു. അവർക്കെല്ലാം എന്താ പറയുന്നത്? നിശ്ചയിച്ച ഓരോ വാസഭൂമികളും ദൈവം കൊടുത്തു. എന്ന് വെച്ചാൽ ചിലര് ഇന്ത്യയിൽ ജനിച്ചവര് ഇന്ന് അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ ജീവിക്കുമ്പം ഓർത്തുകൊള്ളുക, ഇന്ത്യയിലും ഈ കേരളത്തിലുമൊക്കെ ജനിച്ച ഓരോ വ്യക്തികളും ഇന്ന് പല രാജ്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവരെല്ലാം പെട്ടെന്ന് ഒരു ദിവസം ആ രാജ്യങ്ങളിലേക്ക് കടന്നു പോയതല്ല. ആദത്തിൻ്റെ ഉള്ളിൽ അവരെ ദൈവം സൃഷ്ടിച്ച് അവർക്ക് വിഭിന്ന കാലഘട്ടങ്ങൾ ഈ ലോകത്ത് ജനിക്കുവാൻ കൊടുത്തുവെങ്കിൽ അതേ സമയത്ത് തന്നെ അവരെവിടെ ജനിക്കണം, അവിടെ എവിടെ വസിക്കണമെന്നുള്ള വാസഭൂമികൾ പോലും ദൈവം അന്നേ നിശ്ചയിച്ച് കൊടുത്തതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ ജനമേ, ഇന്ന് എന്താ പറയുക? ദൈവത്തെ ഞാൻ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ ഞാൻ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ വെളിച്ചത്തിലായിരിക്കണം. എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വീടുണ്ട്, എനിക്ക് സാമ്പത്തികമുണ്ട്, എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ട എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിക്കും. കാരണം ദൈവത്തിൻ്റെ ആവശ്യം പിന്നെ നിങ്ങൾക്കില്ല. ഇനിയൊരു ആവശ്യം വരണമെങ്കിൽ ഒന്നുകിൽ ജോലി നഷ്ടമാകണം, അല്ലെങ്കിൽ ആരെങ്കിലും ICUവിലേക്ക് കടന്നു പോകണം, അല്ലെങ്കിൽ ഒരു പ്രതികൂലം നിങ്ങളുടെ മുമ്പിൽ കടന്നു വരണം. കാരണം ബൈബിൾ പറയുന്നു,
അനുഭവത്തിലൂടെ ദൈവത്തെ കൂട്ടിമുട്ടുന്നതിന് വേണ്ടിയാണ് ദൈവം ഇതെല്ലാം അനുവദിച്ചത്. പക്ഷെ ദൈവം നമ്മൾ ആരിൽ നിന്നും അകലെയല്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ പറ്റും. അത് ഇവിടെയായിരുന്നാലും ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും ഇനി വരാനിരിക്കുന്ന ഒരു ലോകത്തിലായാലും നമുക്ക് അനുഗ്രഹം തരേണ്ടത് ദൈവമാണെന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ നമുക്ക് കൂട്ടിമുട്ടാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ട ഒരു സത്യം, ഒരുവനിൽ നിന്നും സകല ജനപദങ്ങളെയും ദൈവം സൃഷ്ടിച്ചു, അവർക്ക് വിഭിന്ന കാലങ്ങൾ കൊടുത്തു, വാസഭൂമികൾ നിശ്ചയിച്ചു കൊടുത്തു. ദൈവം നമ്മിൽ ആരിൽ നിന്നും അകലെയല്ല. കാരണം അടുത്ത വാക്യം 17-ാം അധ്യായം 28-ാം വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നു, എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു, അവിടുന്നിൽ നാം ചരിക്കുന്നു, നിലനിൽക്കുന്നു, നാം അവിടുത്തെ സന്താനങ്ങളാണ്. വീണ്ടും അടുത്ത 29-ാമത്തെ വാക്യം പറയുന്നു, നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകയാൽ മനുഷ്യന്റെ ഭാവനയും ശില്പബുദ്ധിയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവ രൂപമെന്ന് വിചാരിക്കരുത്. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. കല്ലല്ല, മണ്ണല്ല, എന്താ പറയുന്നത്, അവൻ ആത്മാവായ ദൈവമാണ്. ആ ആത്മാവായ ദൈവത്തിലാണ് നമ്മൾ വസിക്കുന്നത്, നമ്മൾ ചരിക്കുന്നത്, നമ്മൾ നിലനിൽക്കുന്നത്, നമ്മൾ അവിടുത്തെ സന്താനങ്ങളാണ്. ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഈ ശരീരം എന്ന് പറയുക ഒന്നിനും ഉപകരിക്കുന്നതല്ല എന്ന് ബൈബിൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ജീവനേകുന്നത് ആത്മാവാണ്. ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കുന്ന ഈ വചനം ആത്മാവും ജീവനുമാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 6:63 നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആദത്തിന് ഒരു ശരീരം കൊടുക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു, സന്താന പുഷ്ടിയുള്ളവരായി നിങ്ങൾ എന്താ പറയുക ലോകത്ത് പെരുകണമെന്ന്. അതുകൊണ്ട് നമ്മളും ദൈവത്തെ കൂട്ടിമുട്ടണമെങ്കിൽ ദൈവം ആത്മാവാണെന്നുള്ളൊരു ബോധ്യത്തിൽ ആത്മാവായ ദൈവത്തെയാണ് നമ്മൾ കൂട്ടിമുട്ടേണ്ടത്. നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ മാറണം. കല്ലിലും മണ്ണിലും കൊത്തിവെച്ചിരിക്കുന്നതല്ല ദൈവം, അവൻ ആത്മാവാണ്. അവനെപ്പോലൊരു ദൈവം ഈ ലോക ചരിത്രത്തിലല്ല. അതുകൊണ്ട് യേശുക്രിസ്തു സത്യമാണെന്ന് തിരിച്ചറിയുവാനുള്ള അവസരം ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 17:30 നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യം, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുകയില്ല. എന്നാൽ ഇന്ന് ലോകത്തുള്ള സകല മനുഷ്യരും പശ്ചാത്തപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒരു കാലഘട്ടങ്ങളെ ദൈവം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അജ്ഞതയുടെ കാലഘട്ടം. അത് നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റിയ മേഖലകളാകാം, നമ്മുടെ കഴിഞ്ഞുപോയ കാലഘട്ടമാകാം, ഭൂതകാലമാകാം. പക്ഷേ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കത്തില്ല. പക്ഷെ നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ പശ്ചാത്തപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 5:15 അതുപോലെ ഹോസിയ പ്രവചനം 4:6 നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു കാര്യം അജ്ഞതയാണ്. അജ്ഞതയുടെ കാലഘട്ടം മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. എൻ്റെ ജനം നശിക്കുവാൻ കാരണം അജ്ഞതയാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുമ്പോൾ ആ നാശത്തിലേക്ക് കടന്നുപോയ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കത്തില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, നമ്മൾ ആജ്ഞതയുടെ കാലഘട്ടങ്ങളെ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ഇന്ന് അനുസരിക്കുവാൻ തയ്യാറെങ്കിൽ, പശ്ചാത്തപിക്കുവാൻ തയ്യാറെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കുമെന്നുള്ള യെശയ്യാ പ്രവചനം 1:18, 19, 20 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടെ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മുടെ മുമ്പിൽ എന്താ പറയുക അവതരിപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തെന്നാൽ, താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കുവാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അപ്പോസ്തല പ്രവൃത്തികൾ 17:30-31 നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് വായിക്കണം. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുകയില്ല. എന്നാൽ ലോകത്തുള്ള സകല മനുഷ്യരും പശ്ചാത്തപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കുവാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്താണ് വിഷയം? ഹല്ലേലൂയ. ലോകത്തെ വിധിക്കുന്ന
ഒരു ദിവസമുണ്ട് എന്ന് വചനം വ്യക്തമാക്കുന്നു. താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി എന്താ പറയുന്നത്? നീതിയോടെ വിധിക്കും. ഒരു മനുഷ്യൻ വഴി ദൈവം സകല മനുഷ്യരെയും ഈ ലോകത്ത് സൃഷ്ടിച്ചു. ഒരുവനിൽ നിന്ന് സകല ജനപദങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. ഇതാ മറ്റൊരുവനെ ദൈവം മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ആ വ്യക്തിയിലൂടെ ദൈവം നീതിയോടുകൂടി ലോകത്തെ വിധിക്കും എന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷെ ആ ദിവസം പിതാവായ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ആ മനുഷ്യൻ എന്ന് പറയുക മറ്റാരുമല്ല, നസ്രായനായ യേശുക്രിസ്തുവാണ്. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരുവനെ ദൈവം അതിനായി നിയോഗിച്ചിരിക്കുന്നു എന്ന് ബൈബിള് വ്യക്തമാക്കുന്നു. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ്. ഈ വചനം ഇങ്ങനെ പറയുന്നു, മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നവനായ യേശുക്രിസ്തുവാണ് എന്ന് പറയാതെ പറഞ്ഞ് വിധിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ബൈബിൾ പറയുമ്പോൾ ഈ വിധിയെക്കുറിച്ച് നമ്മളോട് യേശുക്രിസ്തു സംസാരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ വാക്യം നമ്മൾ വായിക്കുമ്പം മോശയായിരിക്കും നമ്മളെ വിധിക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതങ്ങനെയല്ല. മോശയിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിയമങ്ങൾ നമ്മളെ കുറ്റം വിധിക്കുമെന്നാണ് യേശുക്രിസ്തു നമ്മളോട് പറയുക. അതുകൊണ്ട് മോശയിലൂടെ ദൈവം നമുക്ക് തന്ന കൽപ്പനകൾ, വചനം അല്ലെങ്കിൽ ആ നിയമം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുറ്റം വിധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അതുകൊണ്ട് ഓർത്തുകൊള്ളുക, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമായ ഈ ബൈബിൾ നമ്മളെ കുറ്റം വിധിക്കും. ഈ നിയമം നമ്മളെ കുറ്റം വിധിക്കും. അതുകൊണ്ട് ഈ ബൈബിള് എൻ്റെ കരത്തിൽ ഏറ്റെടുത്ത് ഈ വചനം എൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വചനം അനുസരിക്കാതെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളും കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അജ്ഞതയുടെ കാലഘട്ടമാണ് കടന്നു പോകുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനമനുസരിക്കുവാനുള്ള കരുത്ത് കാണിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന ലോകത്ത് അത് നമ്മുടെ ജീവിതത്തിൽ അപകടം കൊണ്ടുവരും എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പഠിക്കണം. 1, അജ്ഞതയുടെ കാലഘട്ടം. 2, പശ്ചാത്താപത്തിൻ്റെയോ മാനസാന്തരത്തിൻ്റെയോ ഒരു കാലം. 3, ഒരു വിധിയുടെ അല്ലെങ്കിൽ ന്യായവിധിയുടെ കാലം. എന്താ പറയുക, പുറകോട്ട് ചിന്തിച്ചാൽ നമ്മുടെ അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയുക നമ്മുടെ ഭൂതകാലമാണ്. അതൊരു പാപത്തിൻ്റെ അജ്ഞതയുടെ മേഖലകളാണ്. എന്നാൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളാകാം, കുറ്റങ്ങളാകാം, കുറവുകളാകാം, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന അജ്ഞതയുടെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു പോയ സകല പാപ സാഹചര്യങ്ങളും എന്താ പറയുന്നത്, കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഏറ്റുപറഞ്ഞ് ദൈവവുമായി ഒരു അനുരഞ്ജനം പ്രാപിച്ച് ക്രിസ്തുവിലേക്ക് നമ്മൾ മടങ്ങി വരുവാൻ ദൈവം നമ്മളെ അനുവദിക്കുകയാണ്. എന്നാൽ ഇത് അനുവദിക്കുന്ന ഈ കാലഘട്ടം നമ്മൾ വിനിയോഗിക്കുന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു ന്യായവിധിയുടെ കാലഘട്ടം അല്ലെങ്കിൽ വർത്തമാന കാലഘട്ടത്തിൽ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ ഭാവി കാലത്ത് വരാനിരിക്കുന്ന എന്താ പറയുന്നത് ഒരു പ്രതികൂലമെന്ന് പറയുക ഒരു ന്യായവിധിയുടെ കാലഘട്ടത്തെ കാത്തിരിക്കേണ്ടി വരുമെന്ന് തിരിച്ചറിയുക. അതിനൊരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്, അതിനായി ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട്, മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ട ആളാണ് എന്ന് വചനം വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തയ്യാറെടുക്കണം. 1 പത്രോസ് 1:17 ബൈബിൾ പറയുകയാണ്, ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ ഭയപ്പെടുക എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ഒരുവനെയാണ്. യേശുക്രിസ്തുവിലേക്ക് നിങ്ങളുടെ മുഖം, കർത്താവിങ്കിലേക്ക് നിങ്ങളുടെ മുഖം ഒന്ന് തിരിച്ച്, നമുക്കൊരു ദൈവമുണ്ട്, അവൻ നസ്രായനായ യേശുവാണ്. അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി തൻ്റെ അവസാനത്തുള്ളി രക്തവും ചിന്തി നമ്മളെ വീണ്ടെടുത്ത യേശുക്രിസ്തു ആണ്. അതുകൊണ്ട് ആ വലിയ ഒരു കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എടുക്കണം. അതുകൊണ്ട് ആ വലിയൊരു ബോധ്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണം. എന്താ പറയുക, ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കുവാൻ ദൈവം ഒരുവനിൽ നിന്ന് സകല ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങൾ കൊടുത്തു, വാസഭൂമികൾ നിശ്ചയിച്ചു കൊടുത്തു. നമ്മുടെ പിതാക്കന്മാർ ജനിച്ച കാലഘട്ടത്തിലല്ല നമ്മൾ ജനിച്ചത്. നമുക്ക് ജനിക്കാനിരിക്കുന്ന നമ്മുടെ തലമുറകൾ എന്താ പറയുക, നമ്മൾ ജനിച്ച കാലഘട്ടത്തിലല്ല ജനിച്ചത്. നമുക്കറിയാം ഇതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇന്ന് ഏത് രാജ്യത്ത് നമ്മൾ ജീവിക്കണമെന്നുള്ളത് ദൈവം നേരത്തെ ആദത്തെ സൃഷ്ടിച്ച സമയത്ത്, നമ്മളെ സൃഷ്ടിച്ച സമയത്ത് തീരുമാനിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, സമയം
നമ്മുടെ മുമ്പിൽ അതിക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ പത്രോസ്ലീഹ പറഞ്ഞു, കള്ളനെപ്പോലെ കർത്താവിൻ്റെ ദിനം കടന്നു വരും. ദൈവത്തിൻ്റെ ജനമേ, നമുക്കിത് ഒരുങ്ങുവാനുള്ള സമയമാണ്. പാപത്തെ ഉപേക്ഷിച്ച്, പാപ സ്വഭാവത്തെ ഉപേക്ഷിച്ച് നിത്യമായ ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മൾ കടന്നു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ ചേർത്ത് പിടിക്കണം. വെളിപ്പാട് പുസ്തകം 21:8 രണ്ടാമത്തെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പാപികൾ, അല്ലെങ്കിൽ എന്താ പറയുക, ദൈവത്തെ അറിയാതെ കടന്നു പോകുന്ന മേഖലകൾ, അതിനെക്കുറിച്ച് എന്താ പറയുക, യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിട്ട് പറയുകയാണ്, അതാണ് രണ്ടാമത്തെ മരണമെന്ന്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ ഒരു ശരീരത്തിൽ നമ്മൾ ഒരു മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും നമ്മുടെ ആത്മാവ് നഷ്ടമാകത്തില്ല, ദൈവത്തിങ്കിലേക്ക് തിരികെ പോകും. പക്ഷേ രണ്ടാമത്തെ ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് ക്രിസ്തുവിൽ വേണം നമ്മൾ മരിക്കുവാൻ. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുമെന്നും ജീവിച്ചിരിക്കുന്നവർ വീണ്ടും ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ മധ്യാകാശത്തേക്ക് എടുക്കപ്പെടുമെന്നുള്ള വചനം നിങ്ങൾ ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ജീവിക്കുക, ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ മരിക്കുക. ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മളൊന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. ജെറമ്യാ പ്രവചനം 2:13 വചനം ഇങ്ങനെ പറഞ്ഞു, എന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കുവാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു എന്ന് വചനം വ്യക്തമാക്കുകയാണ്. ഇവിടെ ജീവനില്ലാത്ത എന്തിൻ്റെയോ പിന്നാലെ ഞാൻ കടന്നുപോയി, ജീവനുള്ള ദൈവത്തെ ഞാൻ ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ അജ്ഞതയെന്ന് പറയുക. ജീവനുള്ള ദൈവത്തെ നമ്മൾ ഉപേക്ഷിച്ചു. ജീവനില്ലാത്തതിൻ്റെ പിന്നാലെ ചില പൊട്ടക്കിണറുകൾ കുഴിക്കുവാനായി നമ്മൾ കടന്നുപോയി. ഈ ഒരു സമയം ദൈവം നിങ്ങളെ തിരിച്ച് വിളിക്കുകയാണ്. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ മറന്ന് ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾ തിരികെ വരുവാൻ പരിശുദ്ധാത്മാവ് വിളിക്കുമ്പോൾ നമുക്കൊന്ന് ആത്മപരിശോധന നടത്താം. എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്? എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില പ്രതികൂലങ്ങളെ നേരിട്ടത്? അത് ചിലപ്പോൾ ചില അന്യ വിഗ്രഹ ആരാധനകളായിരിക്കാം, ചില അവിശ്വാസമായിരിക്കാം, എത്തിസമായിരിക്കാം, ദൈവമില്ല എന്ന് പറയുന്ന ചില പ്രതികൂലങ്ങളായിരിക്കാം. ഓർത്തുകൊള്ളുക, ഒന്നാമത്തെ കൽപ്പനയുടെ ലംഘനം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ അത് വളരെ പ്രതികൂലമായി ബാധിക്കും. ഇന്ന് ഈ ലോകത്ത് കാണുന്ന പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ, എന്താ പറയുക, വീട് പണിയുന്ന സമയത്ത് സ്ഥാനം നോക്കുക, കണക്ക് നോക്കുക, തെറ്റാണ്. അതുപോലെ യോഗ തെറ്റാണ്, അന്യ വിഗ്രഹ ആരാധനകൾ തെറ്റാണ്. തിരിച്ചറിഞ്ഞ് തിരികെ വരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. അതുപോലെ വെറുപ്പ്, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് തോന്നുന്ന വെറുപ്പും വിദ്വേഷവും പകയും പിണക്കവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തിന്മയായ ചില പ്രതികൂലങ്ങൾ കൊണ്ടുവരും. അതുപോലെ തന്നെ എന്താ പറയുക, അബോർഷൻ പോലെയുള്ള മേഖലകൾ എന്താ പറയുക അജ്ഞതയുടെ കാലഘട്ടങ്ങളായി കണക്കിലെടുക്കേണ്ടി വരും. ലൈംഗിക പാപങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ മേഖലകൾ ജീവിതത്തിൽ തിന്മയായത് കൊണ്ടുവരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള അജ്ഞതയുടെ കാലഘട്ടങ്ങളെ നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഒരു പശ്ചാത്തപിക്കുവാനുള്ള അവസരമെടുത്ത് 3 മേഖലകൾ ഓർത്തുകൊള്ളുക. അജ്ഞതയുടെ കാലഘട്ടം, പശ്ചാത്തപിക്കുവാനുള്ള കാലഘട്ടം, ന്യായവിധിയുടെ കാലഘട്ടം. ഈ 3 മേഖലകളെയും നിങ്ങളൊന്ന് പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അജ്ഞതയുടെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ അത് പരിഹരിക്കുവാൻ പ്രായച്ചിത്തം, കുമ്പസാരമെന്ന കൂദാശ പരിശുദ്ധ സഭ നമ്മുടെ മുമ്പിലേക്ക് നൽകുകയാണ്. അതുപോലെ ന്യായവിധി നമ്മുടെ മുമ്പിൽ ദൈവം അനുവദിച്ചിരിക്കുന്നത് ഈ വചനം നിങ്ങളെ ശിക്ഷയ്ക്ക് വിധിക്കും. അതിനു മുമ്പ് തിരികെ വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ആ വലിയ കൃപയിൽ നമുക്ക് എന്താ പറയുക, ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട് പുത്രൻ്റെ കാൽവരി യാഗത്തിൽ ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ അനുഗ്രഹത്തിലേക്ക് ചേർന്ന് നിന്ന് പിതാവായ ദൈവത്തെ, പുത്രനായ യേശുക്രിസ്തുവിനെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. വരാനിരിക്കുന്ന ലോകത്ത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.